സിസ്റ്റർ ബീന മാത്യുവിനെ ക്ഷണിക്കുകയാണ്. ഒരു മലയാളം പാട്ട് പാടി നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ സിസ്റ്റർ ബീന മാത്യുവിനെ ക്ഷണിക്കാം. നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയുടെ അടുത്ത് വരുവാൻ ദൈവം നല്ല സമയം തന്നല്ലോ. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് നമ്മളെ എത്രമാത്രം കരുതി എത്രമാത്രം സഹായിച്ചു എന്ന് ഓർത്ത് നന്ദി പറയുവാനുള്ള ഒരു അവസരവുമായിട്ട് ഞാനിതിനെ കാണുകയാണ്. അപ്പോൾ തന്നെ ഒരു മടങ്ങി വരവ് നമുക്ക് ഏതെല്ലാം വിഷയങ്ങൾ ആവശ്യമാണെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ, പണ്ടത്തെ സ്നേഹവും പണ്ടത്തെ വിശുദ്ധിയും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതും നമുക്ക് എന്നെ തന്നെ ഞാൻ അത് ശോധന ചെയ്യുന്നു. അനുതാപത്തോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവസന്നിധിയിൽ ആത്മാവിന്റെ ഫലത്തിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് പുതിയ വർഷങ്ങളിൽ കർത്താവ് ആയുസ് തരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എന്നെ ദൈവരങ്ങളിൽ താഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഈ പാട്ട് പാടുകയാണ്. ലൈലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായേ. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായേ. പണ്ടത്തെ പോലൊരു കാലം വന്നിടനേ യഹോവേ, പണ്ടത്തെ പോലൊരു കാലം വന്നിടനേ യഹോവേ. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായി. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായി. ആദിമ സ്നേഹം ആദിമ വിശുദ്ധി പെന്തക്കോസ്തിൻ നാളെ പോ. ആദിമ സ്നേഹം ആദിമ വിശുദ്ധി പെന്തക്കോസ്തിൻ നാളെ പോ. അർപ്പണം ചെയ്യുവാൻ ആത്മാവിൻ ശക്തിയാൽ ആരാധനെ ഞങ്ങൾ വന്നിടുന്നു. അർപ്പണം ചെയ്യുവാൻ ആത്മാവിൻ ശക്തിയാൽ ആരാധനെ ഞങ്ങൾ വന്നിടുന്നു. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായി. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായി. അനുതാപത്തോടും പൂർണ്ണ മനസ്സോടും യേശുവിൻ പാദത്തിൽ വന്നിടുന്നേ. അനുതാപത്തോടും പൂർണ്ണ മനസ്സോടും യേശുവിൻ പാദത്തിൽ വന്നിടുന്നേ. തരുന്നു ഞങ്ങൾ മുറ്റുമായി കരത്തിൽ തിരുഹിതം ചെയ്യുവാൻ വന്നിടുന്നു. തരുന്നു ഞങ്ങൾ മുറ്റുമായി കരത്തിൽ തിരുഹിതം ചെയ്യുവാൻ വന്നിടുന്നു. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായി. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായി. ആത്മാവിൻ ഫലത്താൽ നിറഞ്ഞു ഞങ്ങൾ ആരാധനയോടെ വന്നിടുന്നു. ആത്മാവിൻ ഫലത്താൽ നിറഞ്ഞു ഞങ്ങൾ ആരാധനയോടെ വന്നിടുന്നു. ആശീർവാദിപ്പിപ്പോൾ യേശുനാഥ വീണ്ടും ആയുഷ്കാലം നിൻ വേല ചെയ്യുവാൻ. ആശീർവാദിപ്പിപ്പോൾ യേശുനാഥ വീണ്ടും ആയുഷ്കാലം നിൻ വേല ചെയ്യുവാൻ. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായി. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായി. പണ്ടത്തെ പോലൊരു കാലം വന്നിടനേ യഹോവേ, പണ്ടത്തെ പോലൊരു കാലം വന്നിടനേ യഹോവേ.
മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായി. മടക്കി വരുത്തേണമേ യഹോവേ, മടങ്ങി വരുവാനായി. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ ബീന. മനോഹരമായ ഒരു പാട്ട് പാടി നമ്മളതിൽ സന്തോഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവത്തെ ജാഗ്രതയോടെ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം നമ്മോട് അടുത്തു വരുന്ന ദൈവമാകയാൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ ദൈവത്തെ സേവിച്ച് സ്നേഹിച്ച് കർത്താവിന്റെ വരവടുത്തിരിക്കാൻ പാട്ടിലൂടെ ദൈവത്തോട് അടുക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോവുകയാണ്. അല്പസമയം വചനത്തിന് മുൻപാകെയാകുമ്പോൾ ഭയത്തോടെ ഭക്തിയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മൾ പല ഭവനങ്ങളിലോ പല ഇടങ്ങളിലോ ആണെങ്കിലും ഈ സൂമിന്റെ പരിധിയിലോ അല്ലെ പ്രയർ ലൈനിലോ ആണെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം പ്രയർ ലൈനിലുണ്ട്. ഭയത്തോടെ വിനയത്തോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. മെസ്സേജിന് വേണ്ടി ഇവാഞ്ചലിസ്റ്റ് ഫിന്നി ജേക്കബിനെ സാറിനെ ക്ഷണിച്ചോളൂ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നിങ്ങളോടുകൂടെ ആയിരിക്കാനും ദൈവത്തിനും സംസാരിക്കാനും ദൈവം തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വർഷത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അവസാന സമയങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ കാത്തിരുന്നു ദൈവത്തോടുള്ള ബന്ധത്തിൽ തങ്ങളുടെ തന്നെ ജീവിതത്തെ പരിശോധിക്കുന്ന ഒരു സമയമാണ് ഇത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഇന്നത്തെ ചിന്തയ്ക്ക് ഞാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും നമ്മെ തന്നെ വിനയപ്പെടുത്തുവാനും നമ്മെ തന്നെ പരിശോധിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. വാസ്തവത്തിൽ അങ്ങനെയാണല്ലോ. ഒരു ബിസിനസ് ആണെങ്കിൽ പോലും ഒരു വർഷത്തിന്റെ അവസാനത്തിൽ അത് ഒരു കണക്കെടുപ്പിന്റെ സമയമാണ്, നമ്മുടെ ഒരു വിലയിരുത്തലിന്റെ സമയമാണ്. അത് സ്വാഭാവികമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തേണ്ട ആവശ്യമുണ്ട്. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പുതിയ ഹൃദയത്തോടും പുതിയ തുടക്കത്തോടും കൂടെ പുതിയ മനസ്സോടും കൂടെ തുടങ്ങത്തക്കവണ്ണം ആണ് ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റീസ്, നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണനകൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം എങ്ങനെ നിൽക്കുന്നുവെന്ന് പരിശോധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ സന്ധ്യാസമയം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ 2 വാക്യങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ ആഗ്രഹത്തെയും നമ്മുടെ പ്രവൃത്തിയെയും സംബന്ധിച്ച നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രവൃത്തികളെയും സംബന്ധിച്ച പ്രയോറിറ്റീസ്. 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ വാക്യമാണ്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതെന്ന് തന്നെ. വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. വൺ തിങ് ഐ ഹാവ് സോട്ട് ഓഫ് ദ ലോർഡ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്രയോ വളരെയധികം വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ആവശ്യം തന്നെയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി, പല വിഷയങ്ങൾക്ക് വേണ്ടി, പല വ്യക്തികൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനകളിലെല്ലാം അതിനേക്കാളെല്ലാം മുന്നിൽ നിൽക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. വൺ പ്രയർ that is more important than any other prayer. നമ്മുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രാർത്ഥനയാണത്. നമ്മുടെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ച നമ്മുടെ ജീവനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ആത്മാവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്താണ്?
ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ഫോക്കസ്ഡ് പ്രേയർ, ശ്രദ്ധേറിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഞാൻ യഹോവയോട് അപേക്ഷിച്ച കാര്യം എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ഞാൻ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. ദൈവത്തിന്റെ കൂട്ടായ്മ എനിക്ക് അനുഭവിക്കണം. ദൈവത്തെ എന്റെ കൺമുമ്പിൽ എനിക്ക് കാണണം. വളരെ ഫിഗറേറ്റീവായിട്ട് പറയുകയാണേ, ദൈവത്തെ എനിക്ക് കാണണം. ദൈവത്തെ കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കണം. അവന്റെ മനോഹരത്വം, അതിൽ ആനന്ദിച്ച് എനിക്ക് ജീവിക്കുവാൻ കഴിയണം. അവന്റെ മനോഹരത്വം കാണണം. അവന്റെ മന്ദിരത്തിൽ അവനെ ധ്യാനിക്കണം. ഇങ്ങനെ ധ്യാനവും ഇങ്ങനെ ദൈവിക ബന്ധവും തുടർമാനമായി നിലനിൽക്കുന്ന ഒരു ജീവിത ശൈലിക്ക് വേണ്ടി ഞാൻ യഹോവയുടെ മന്ദിരത്തിൽ പാർക്കണം. അത് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അനേക ഡിസ്ട്രാക്ഷൻസ് നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് നിമിഷം തോറും അകറ്റുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ കാര്യങ്ങളിലാണ് നമ്മൾ ഇടപെടുന്നത്. എത്രയോ കാര്യങ്ങളാണ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് നമ്മുടെ തന്നെ ഡിസ്ട്രാക്ഷൻസ് ആണ്. എന്നാൽ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. എന്റെ പ്രാർത്ഥന ഒറ്റ കാര്യം, അത് എന്റെ പ്രാർത്ഥനാ ജീവിതം ഫോക്കസ്ഡ് ആകണം. ദൈവ സാന്നിധ്യം ഞാൻ നിരന്തരം അനുഭവിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ മന്ദിരത്തിൽ വസിക്കണം. പുതിയ നിയമത്തിന്റെ ഭാഷ പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തു എന്നിൽ വസിക്കണം. അങ്ങനെ ഒരു നിരന്തരമായ കൂട്ടായ്മയുടെ അനുഭവത്തില് ജീവിക്കുവാനുള്ള ആഗ്രഹമാണ്. ഒരേ ഒരു ആഗ്രഹം, വൺ തിങ് ഐ ഡിസയർ. നമുക്കറിയാലോ മാർത്തയുടെയും മറിയയുടെയും ഉദാഹരണം. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തില് കർത്താവ് വന്നപ്പോൾ മാർത്ത അനേകം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ, ഗുഡ് തിങ്സ്, ധാരാളം നല്ല കാര്യം കർത്താവിന് വേണ്ടി ആണ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ. പക്ഷെ മറിയ ഒരു കാര്യം മനസ്സിലാക്കി, ഈ കർത്താവിനെ അധികം നാളിങ്ങനെ നമ്മുടെ വീട്ടിലിങ്ങനെ കിട്ടത്തില്ല ഫിസിക്കലായിട്ട്. അതുകൊണ്ട് കർത്താവിനെ കിട്ടുന്നത്ര സമയം അവന്റെ പാദത്തിങ്കിലിരുന്ന് അവന്റെ മുഖത്തോട്ട് നോക്കി അവന്റെ വചനം കേൾക്കുക. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് മറിയ മനസ്സിലാക്കി. മാർത്ത അനേകം നല്ല ശുശ്രൂഷകൾ ചെയ്തു, ഒന്നും മോശമല്ല, നല്ല ചെയ്യേണ്ടത് തന്നെയാണ്. കർത്താവ് വന്നാൽ കർത്താവ് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണ്ടായോ? തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷെ കർത്താവ് അതിനെ എങ്ങനെയാണ് സമീപിച്ചത്? അറിയോ? അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. only one thing is needed. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള, ഒരിക്കൽ കേട്ടിട്ടുള്ളതും പലപ്പോഴും ചിന്തിക്കാറുള്ളതുമായ ഗുഡ് തിങ്സ് ആർ ദ എനിമി ഓഫ് ദ ബെസ്റ്റ്. അനേകം നല്ല കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിന്റെ എനിമിയാണ്, ശത്രുവാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എത്രയോ നല്ല കാര്യങ്ങളുടെ പുറകെ പോയി. നമുക്ക് വേണ്ടതാണ്, ഭൗതികമായ അനേക നന്മകൾ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ഹൃദയം അതിൽ വ്യാപരിച്ചപ്പോൾ, നമ്മുടെ സ്ഥായിയായ താല്പര്യം അതിലേക്ക് മാറിയപ്പോൾ, വഴുതി മാറിയപ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് തെന്നി അകന്നുപോയ എത്രയോ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നല്ല കാര്യങ്ങൾ തന്നെ, വേണ്ട കാര്യങ്ങൾ തന്നെ. പക്ഷേ നമ്മുടെ ഹൃദയം അതിലേക്ക് ചാഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് പറയുന്നു,
അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു 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 പുനർവിചിന്തനം, ഒരു 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 വീണ്ടും ഒരു വിലയിരുത്തൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു. നമുക്ക് അല്പമേ വേണ്ടൂ എന്നുള്ള ഒരു നിലപാട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്നോടും കൂടിയായിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയോറിറ്റി ഞാൻ കൊടുക്കേണ്ട, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നെനിക്ക് ഉറപ്പുള്ള, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നെനിക്ക് നിശ്ചയമുള്ള ആ വൺ തിങ് ചെയ്യേണ്ടതിന് വേണ്ടി എനിക്ക് അതിനുള്ള സമയമേ എനിക്കുള്ളൂ, അതിനുള്ള അവസരമേ എനിക്കുള്ളൂ. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രാർത്ഥനയും എന്റെ ആഗ്രഹവും ഇതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്റെ സകല ആഗ്രഹവും, എന്റെ സകല മോഹങ്ങളും, എന്റെ സകല ഇച്ഛയും, എന്റെ സകല പ്രതീക്ഷയും എല്ലാം ഇതിലൊന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണണം, ദൈവത്തെ കാണണം, ദൈവത്തെ അറിയണം. ഹല്ലേലൂയ! എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് ദാവീദിന് ഇവിടെ പറയാനുള്ളത്. രണ്ടാമത്തെ വാക്യം പൗലോസ് ഫിലിപ്പിയർ ലേഖനത്തില് പറയുന്ന വാക്യങ്ങളാണ്. അവിടെ പൗലോസ് പറയുകയാണ്, നോക്കാം, നമുക്ക് ഫിലിപ്പിയറിലേക്ക് കടന്നു വരാം. അല്ല, പൗലോസ് പറയുന്നു 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. വൺ തിങ് ഐ ഡു. ദാവീദ് പറഞ്ഞത് വൺ തിങ് ഐ ഡിസയർ. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദിനായിട്ട് ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഒരു ഓട്ടക്കാരനെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. അതിവേഗത്തിൽ ഓടുന്ന ഒരു 100 മീറ്റർ ഓട്ടക്കാരൻ, അവന്റെ ആ ജീവിതം ആഞ്ഞു നിൽക്കുന്നത് മുമ്പോട്ട് ആഞ്ഞാണ് ഓടുന്നത്. പുറകിലുള്ളതിനെ മറന്നുകൊണ്ടാണ് ഓടുന്നത്, മുമ്പിലോട്ട് ആഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. ആ ഓട്ടക്കാരനെ അതുപോലെ ഒരു പിക്ചർ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, പിൻപിലുള്ളതിനെ ഞാൻ മറന്നിട്ട് മുമ്പിലുള്ളതിലേക്ക് ഞാൻ ആഞ്ഞു. പിൻപിലുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? പിൻപിലുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പഴയ കാലം തീർച്ചയായിട്ടും നമ്മുടെ പിൻപിലുള്ള ഒരു കാലമാണ്. നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ധാരാളം സമയങ്ങൾ, നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ, നഷ്ടപ്പെടുത്തിയ എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി, എത്രയോ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്, എത്രയോ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതെല്ലാം പിൻപിലുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് നമ്മൾ പിൻപിൽ വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പിൻപിൽ വെക്കേണ്ട ചില കാര്യങ്ങൾ. അതുകൊണ്ട് പൗലോസ് അതെന്താണ് എന്ന് പൗലോസ് തന്നെ ഇതിന്റെ 3-ാം അധ്യായത്തിന്റെ മുമ്പിലത്തെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. അപ്പൊ ഞാൻ പണ്ട് ഒരിക്കലായിട്ട് ഞാൻ അങ്ങനെ ഛേദം എന്ന് എണ്ണി ഞാൻ കർത്താവിന് വേണ്ടി തിരിഞ്ഞു, പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതല്ല പൗലോസ് പറഞ്ഞു. ഇപ്പോഴും ഞാൻ പലതിനെയും ഞാൻ ഛേദം എന്ന് എണ്ണിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എന്തുവാ എന്ന് പറയുന്നു? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, that I may gain Christ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. ഒറ്റ ലക്ഷ്യം ക്രൈസ്റ്റ്, ഒറ്റ ലക്ഷ്യം ക്രിസ്തുവിനെ നേടുക. ദാവീദിന്റെ ഭാഷ പറഞ്ഞു, അവന്റെ മനോഹരത്വം കാണുക, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക. ഒറ്റ ലക്ഷ്യം. അങ്ങനെ ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ ജീവിക്കാൻ കഴിയുമോ? നമ്മുടെ പ്രയോറിറ്റീസിനെ നമ്മൾ പുനർവിചിന്തനം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം
ആ ഒരൊറ്റ മണിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതായിട്ട് മാറുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എവ്രിതിങ് ദാറ്റ് വി ഡു ഇൻ ഓൾ ക്രൈസ്റ്റ്, സകലത്തിലും ക്രിസ്തു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ഞാൻ ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി, എന്ന് വെച്ചാൽ the price of his calling, അവൻ എന്നെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്നെ കർത്താവ് വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ആ ലക്ഷ്യത്തോട് അടുക്കും തോറും നമ്മൾ ആ ലക്ഷ്യത്തോടുള്ള വലിയൊരു താല്പര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിലേക്ക് മുന്നോട്ട് കുതിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഒന്ന് ഞാൻ ചെയ്യുന്നു പറയുന്നു, ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായിട്ട് ലാക്കിലേക്ക് ഓടുന്നു. നോക്കാം, അവിടെ ഇതിന് വിരുദ്ധമായിട്ട്, ഇതിന് വിഘാതമായിട്ട് നമ്മുടെ മനസ്സിൽ വന്നേക്കാവുന്ന ചില കാര്യങ്ങൾ, ചില ചിന്തകൾ ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞുകൊള്ളട്ടെ. നോക്കണം. ഒന്ന്, പൗലോസ് പറയുകയാണ്, ഞാന് ക്രിസ്തുവിനെ നേടേണ്ടത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. അപ്പോൾ ഇങ്ങനെ സകലത്തെയും പിൻപിലേക്ക് തള്ളി കർത്താവിനെ മുമ്പിൽ വെക്കുന്നതിന്റെ ഒരൊറ്റ ഉദ്ദേശം എന്താണ് പൗലോസ് പറയുന്നത്? ഞാൻ മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനത്തിലേക്ക് ആ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്നതാണോ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി, നമ്മുടെ ജീവിതശൈലി? പൗലോസ് പറയുന്നു, ഞാൻ എന്റെ സ്വന്തം രീതിയിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ടല്ല, ദൈവം എനിക്ക് സൗജന്യമായി നൽകുന്ന നീതിയിൽ തന്നെ ആശ്രയിക്കേണ്ടത്. അപ്പൊ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മുടെ സ്വയാശ്രയം ഇല്ലാതാകുകയാണ്. നമുക്ക് കർത്താവ് ലക്ഷ്യമായി തീരുമ്പോൾ നമ്മുടെ സ്വയമം ഇല്ലാതാകുകയാണ്. എന്നിട്ട് പറയുന്നു, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന്. ക്രിസ്തുവിനെ നേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവനോട് അനുരൂപപ്പെട്ടിട്ട്, ഹല്ലേലൂയ, ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏകാത്മാവാകുന്നു. പ്രിയമുള്ളവരെ, ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒന്നുകൂടെ വിലയിരുത്താം. നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ നമുക്ക് വേണ്ട വിധത്തിൽ നമുക്കൊന്ന് കാണാം. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്മളെ വിരുദിൽ നിന്ന് തെറ്റിച്ച് കളയുന്നത് എന്തൊക്കെയാണ്? നമ്മളെ പിന്തിരിഞ്ഞ് നോക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പിൻപിലുള്ളതിലേക്ക് നമ്മെ പിടിച്ചു വലിക്കുന്നത് എന്തൊക്കെയാണ്? എന്നാൽ അതിനെല്ലാം വിട്ട് കളഞ്ഞിട്ട് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദിനായിട്ട് ലാക്കിലേക്ക് ഓടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ. ഒന്ന് ഞാൻ ചെയ്യുന്നു, one thing I do. ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വിളിയുടെ ആശയം എന്താണ്? നമ്മളെ കർത്താവ് വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്? ആ ഒരൊറ്റ കാര്യത്തെക്കുറിച്ചുള്ള ധ്യാനവും ചിന്തയും അതിൽ നിന്ന് വ്യതിചലിക്കാതെ
നമുക്ക് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമ്മൾക്ക് ഇടയാക്കി തീർക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. നോക്കണം, ദാവീദിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അവന്റെ ജീവിതത്തിൽ സകലതും, എത്രയോ വലിയ നേട്ടങ്ങൾ, എത്രയോ വലിയ ഉയർച്ചകൾ എല്ലാം ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം അവന് നൽകി. എന്നാൽ അതിന്റെ ജീവിതത്തിന്റെ അവസാനം സകലവും ഒരു ദൈവാലയത്തിന്റെ പണിക്ക് വേണ്ടി അവൻ സ്വരൂപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ദൈവാലയത്തിന്റെ പണിക്ക് വേണ്ടി സകലവും സ്വരൂപിക്കുന്നു. അങ്ങനെ സ്വരൂപിച്ച് ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി സകലവും ചെയ്തിട്ട് ദാവീദ് തന്റെ മകനായ ശലോമോനെ ഈ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുമ്പോൾ ശലോമോനോട് ദാവീദ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവനെ കുറിച്ച് ദാവീദ് പറയുന്നത്, ഇപ്പൊ ഞാൻ ആ ഭാഗങ്ങളൊന്നും വായിക്കാം. 1 ദിനവൃത്താന്തം 29 അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 1 ദിനവൃത്താന്തം 29 അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 17 വാക്യം നമുക്ക് വായിക്കാം. എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുപിടിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, നിന്റെ ജനത്തിന്റെ ഹൃദയത്തിലെ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്കിലേക്ക് തിരിക്കണമേ. എന്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനകളും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിക്കേണ്ടതിന് പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിന് അവന് ഒരു ഏകാഗ്ര ഹൃദയം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് തന്റെ സകല സ്വത്തുക്കളും സംഭരിച്ച് ഒരുമിച്ച് കൂട്ടിവെച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സകല സമ്പാദ്യങ്ങളും കൂട്ടിവെച്ചിരിക്കുന്നു. തന്റെ മകൻ ശലോമോനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. സകല അധികാരവും അവനിലേക്ക് കൈമാറിയിരിക്കുന്നു. ഇനി ദാവീദിന് പ്രാർത്ഥിക്കാനുള്ള, ഇവൻ ദൈവത്തിന്റെ ആലയം പണിയണമെങ്കിൽ ഇവൻ ആവശ്യമായിരിക്കുന്നത് ഒരേകാഗ്രമായ ഹൃദയമാണ്. അവൻ വലിയ ജ്ഞാനിയാണ്. അവന്റെ ഹൃദയത്തിൽ സകലവിധ ജ്ഞാനങ്ങളുമുണ്ട്, സകലവിധ അറിവുമുണ്ട്. സസ്യങ്ങളെ കുറിച്ചുള്ള അറിവ്, രാജ്യങ്ങളെ കുറിച്ചുള്ള അറിവ്, സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റിയുള്ള അറിവ്, വലിയ അറിവുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരിപ്പോൾ ആവശ്യമായിരിക്കുന്നത് ഒരേകാഗ്ര ഹൃദയമാണ് ആവശ്യമായിരിക്കുന്നത്. കാരണം അവന്റെ മുമ്പിലുള്ള ലക്ഷ്യം ദൈവത്തിന്റെ ആലയത്തിന്റെ നിർമ്മാണം എന്നുള്ളതാണ്. അതുകൊണ്ട് ദാവീദ് അവന് വേണ്ടി പ്രാർത്ഥിക്കാണ്, ഒരേകാഗ്ര ഹൃദയം നീ അവന് നൽകണമേ. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരേകാഗ്ര ഹൃദയത്തിന് വേണ്ടി നമുക്കൊന്ന് ആഗ്രഹിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഏകാഗ്രമായി നിൽക്കുന്ന ഒരു ഏകാഗ്രം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഏകാഗ്രം, ഏകമുന, ഒരൊറ്റ മുന, ഏകാഗ്ര ഹൃദയം. ദൈവത്തിന്റെ ആലയം പണിക്ക് പുറപ്പെടുന്നതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഏകാഗ്രതയുള്ള ഹൃദയമാണ്. കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് അവന്റെ മുമ്പിൽ ഏകാഗ്രമായി നിൽക്കുന്ന ഒരു ഹൃദയമാണ്. എഴുതുന്ന സങ്കീർത്തനത്തിൽ ആസാഫ് പറഞ്ഞിങ്ങനെ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്റെ മാംസവും എന്റെ ഹൃദയം ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. സിംഗിൾ മൈൻഡഡ് ഡിവോഷൻ ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. പൗലോസ് പറയാണ്, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, എന്താ വാക്ക് ഉപയോഗിച്ചേക്കുന്നത്, വിട്ടു വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. അപ്പൊ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടാൽ ഹൃദയം വഷളായിപ്പോയി. ദൈവത്തിന്റെ ആലയം പണിക്ക് ആവശ്യമായിരിക്കുന്നത് ഏകാഗ്രമായ ഒരു ഹൃദയമാണ്.
2 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്നാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചത്, ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. 2 കാര്യങ്ങളാണ് പറയുന്നത്. കാണുക, ധ്യാനിക്കുക, അവന്റെ ആലയത്തിൽ വസിക്കുക. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കർത്താവിന്റെ മഹത്വം വയ്ക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കർത്താവിന്റെ മഹത്വം ധ്യാനിക്കുവാനും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരം വസിക്കുവാനും അവന്റെ മന്ദിരത്തിൽ വസിക്കുന്ന അനുഭവം, അതിനുവേണ്ടി ആ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, അതാണ് ദാറ്റ് ഈസ് മൈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രേയർ. സെക്കൻഡ്, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, വൺ തിങ് ഐ ഡു. എൻ്റെ പിമ്പിലുള്ള അനേക കാര്യങ്ങളുണ്ട്, എൻ്റെ തന്നെ നേട്ടങ്ങൾ, എൻ്റെ തന്നെ ഡിസ്ട്രാക്ഷൻസ്, എൻ്റെ തന്നെ ധാരാളം നല്ല കാര്യങ്ങൾ. പക്ഷെ അതിനെല്ലാം ഞാൻ എൻ്റെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിരിക്കേണ്ടതിനും അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ എല്ലാത്തിലേക്ക് ഞാൻ ഓടുന്നു. ഐ എം റണ്ണിങ് ടുവേർഡ്സ് ദ ഗോൾ ഓഫ് മൈ ലൈഫ്. ഈ ഒരു വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ. ഹൗ ക്ലോസ് ആർ യു ടു ഗാഡ് now compared to January last year, January of 2023? ജനുവരി 2023 നിന്ന് നാം കർത്താവിനോട് ഒരു പടി കൂടി അടുത്തിരിക്കുന്നുവോ? നാം കർത്താവിന്റെ ലക്ഷ്യത്തോട് ഒരു പടി കൂടി നമ്മൾ അടുത്തിരിക്കുന്നുവോ? അതോ കർത്താവിൽ നിന്ന് അകന്നു മാറിയിരിക്കുന്നുവോ? നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കുന്നുവോ? അതോ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പലതിൻ്റെയും പുറകെ പോയി നിരാശപ്പെടുന്ന അനുഭവമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? പലതിനെ നനച്ച് വിലപിച്ച് ഹൃദയം കലങ്ങുന്ന അനുഭവമാണോ ഉള്ളത്? അതോ ദൈവസന്നിധിയിൽ ഏകാഗ്രമായി നിൽക്കുന്ന ഹൃദയമാണോ നമുക്കുള്ളത്? അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ അഭിനന്ദിക്കുവാനിടയായിത്തീരുമോ? നമ്മുടെ ഹൃദയത്തിന്റെ ധ്യാന വിഷയം എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ആഗ്രഹം എന്താണ് എന്ന് വിലയിരുത്താൻ നമുക്ക് കഴിയുമോ? നമ്മുടെ പ്രൈം പാഷൻ എന്താണ്? നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഘടകം എന്താണ് നമ്മുടെ ജീവിതത്തിൽ? നമുക്ക് ജീവൻ തരുന്നത് എന്താണ്? ആ ബന്ധത്തിൽ നമുക്ക് ജീവിതത്തെ വിലയിരുത്തുവാൻ നമുക്ക് കഴിയുമോ? ദാവീദ് ശലോമോന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ആലയം പണിക്ക് വേണ്ടി ഒരു ഏകാഗ്രതയുള്ള ഹൃദയം നമുക്കുണ്ടോ? അതോ പലതിന്റെ പുറകെ പോകുന്ന ഒരു ഹൃദയമാണോ നമുക്കുള്ളത്? പലതിൽ ആഗ്രഹം വയ്ക്കുന്ന ഒരു ഹൃദയമാണോ നമുക്കുള്ളത്? നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ഈ രാത്രികാലം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്ന ഒരു അനുഭവമാക്കി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഞാനൊന്ന് ഒന്നുകൂടെ വായിച്ചു കൊള്ളട്ടെ. അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പതിയത്തക്കൊന്ന ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് വായിക്കുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ഞാൻ ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായിട്ട് ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഒറ്റ കാര്യം, ഒരു കാര്യം മാത്രം ഞാൻ ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിന്റെ വിളിയുടെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുന്നു. നമുക്ക് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കൂടുതൽ ക്ലിയർ ആയിത്തീരണം.
നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങളും കൂടുതൽ കൂടുതൽ ക്ലിയർ ആയി തീരണം. കർത്താവിനെ സേവിക്കുക, കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിക്കുക, കർത്താവിന്റെ മനോഹരത്വം കാണുക. അതിനുള്ള ഒരു ആഗ്രഹം, താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ വളരുവാൻ ദൈവം ഇടയാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയൊരു ശക്തിയോടുകൂടെ, പുതിയൊരു സമർപ്പണത്തോടുകൂടെ, പുതിയ ഒരു ദർശനത്തോടുകൂടെ സമീപിക്കുവാനും കർത്താവിന്റെ സന്നിധിയിൽ വളരുവാനും ദൈവമായ കർത്താവ് നിങ്ങളെ ഒരുപോലെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം.